ഡാ കിച്ചു, നമുക്കിപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ? നീ ഇപ്പോൾ ഫ്രീ ആണോ? വിവാഹത്തലേന്ന് രാത്രിയിലുള്ള തിരക്കുകളൊന്നും ഒതുങ്ങിയപ്പോഴാണ് കിച്ചുവിൻ്റെ ഫോണിലേക്ക് അമ്മുവിൻ്റെ കോൾ വന്നത്. നിനക്കെന്താടി, വട്ടായോ? പോടാ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. മുൻപ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ ഒരു ലോങ് ഡ്രൈവ്? അതോ നടന്നില്ല. ഇതെങ്കിലും നാളെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ആഗ്രഹവും നടക്കില്ല. ഓ പിന്നെ, നാളെ വിവാഹമല്ലേ, കെട്ടുകഴിഞ്ഞ് ട്രിപ്പ് പോയി തകർത്തൂടെ? അത് അടിപൊളി ഫീലായിരിക്കും. സിംഗിൾ പസംഗങ്ങളായി പോകുന്ന പോലെയല്ല. അവനൊരാക്കിയ ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോടാ, ഓരോ ചളിയുമായി ഇറങ്ങിക്കോളൂ. നിനക്ക് പറ്റുമോ അല്ലയോ അത് പറയൂ ആദ്യം. പറ്റില്ലെങ്കിൽ ഞാൻ അബിയോട് പറഞ്ഞോളാം. അവൻ എപ്പോൾ ആയാലും റെഡിയായിരിക്കും. അമ്മ ഒത്തിരി ഗൗരവത്തിലായി. നീ അത്രയ്ക്ക് സീരിയസ് ആണെങ്കിൽ പുറത്തോട്ട് വാ, ഞാൻ മുറ്റത്തുണ്ട്. അച്ഛനും മാമന്മാരും ഇപ്പോൾ അകത്തേക്ക് പോയി. ഞാൻ ദേ പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അടുത്തുണ്ടാവും ട്ടാ. ദാറ്റ്സ് മൈ ബോയ്. പൊടുന്നനെ പൊട്ടിമുളച്ച അമ്മുവിൻ്റെ സന്തോഷം മനസ്സിലാക്കി കിച്ചു ഫോൺ കട്ട് ചെയ്ത് വണ്ടിക്കരികിലേക്ക് നടന്നു. അവൻ ബുള്ളറ്റ് പതിയെ തള്ളി പുറത്തേക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്ത് അവളെ കാത്തുനിന്നു. തലയിലൂടെ ഒരു സ്കാർഫ് ചുറ്റി ഒരു 3/4 ജീനിൻ്റെ ഷർട്ടും ഇട്ട് അവൾ ചുറ്റും നോക്കി ഓടി വന്നു. വേഗം വന്ന് കയറ് പെണ്ണേ, ആരെങ്കിലും ഇപ്പോൾ കണ്ടാൽ ഞാൻ നിന്നെയും കൊണ്ട് ഒളിച്ചോടുവാണെന്നേ പറയൂ. ഓ, ബെസ്റ്റ് ആളുടെ കൂടെയല്ലേ ഒളിച്ചോടുന്നേ? അവൾ പുച്ഛിച്ചു. എന്താടി എനിക്കൊരു കുഴപ്പം? ഓ ഒന്നുമില്ലേ, നീ വണ്ടി നേരെ വിട്. വെളിച്ചം ഇരുട്ടിനെ കീറി മുറിച്ചു കാണിച്ച വഴിയിലൂടെ അവൻ ബുള്ളറ്റ് പായിച്ചു. കാർഷിക സർവകലാശാലയുടെ പ്രധാന കവാടം കടന്ന് വണ്ടി ഹൈവേയിലേക്ക് കയറി. ഡാ, സ്പീഡിൽ വിട്ടോ, ഈ യാത്രയുടെ സുഖം ഇനി കിട്ടില്ലല്ലോ. അവൾ ഇരു കൈകളും അവൻ്റെ ചുമലിൽ വെച്ച് ചെവിയിൽ പറഞ്ഞു. ബുള്ളറ്റ് വേഗതയോടെ മുന്നോട്ട് ലക്ഷ്യമറിയാതെ കുതിക്കുമ്പോൾ അവളുടെ ചിന്തകൾ പുറകിലേക്ക് സഞ്ചരിച്ചു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കിച്ചുവും കുടുംബവും അടുത്ത വീട്ടിൽ താമസമാക്കിയത്. അന്നു മുതൽ ഇന്നുവരെ അമ്മുവും കിച്ചുവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. എന്ത് രഹസ്യവും ഒളിച്ചു വയ്ക്കുവാനും ഏതാഗ്രഹങ്ങളും നടത്തുവാനും പ്രശ്നങ്ങളിൽ എന്നും ഒന്നിച്ചു നിൽക്കുവാനും ഒരു മനസ്സും ഇരു ശരീരവുമായി ഞങ്ങൾ വളർന്നു. എന്നെക്കാൾ എന്നെ മനസ്സിലാക്കി കിച്ചുവും അവനേക്കാൾ അവനെ തിരിച്ചറിഞ്ഞ് ഞാനും എല്ലായ്പ്പോഴും കൂടെ നിന്നു. എല്ലായ്പ്പോഴും ഒന്നിച്ചും ഒരുമിച്ച് നടന്നിട്ടും ഞങ്ങൾക്കിടയിൽ പക്ഷേ സൗഹൃദത്തിനപ്പുറം ഒന്നും തോന്നിയിരുന്നില്ല. കിച്ചുവിനോട് മാത്രമല്ല മറ്റാരോടും ഒരിഷ്ടവും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛൻ വിവാഹത്തിന് സമ്മതം ചോദിച്ചപ്പോൾ ഒന്നും ആലോചിക്കാതെ സമ്മതിച്ചത്. പക്ഷേ കിച്ചു ജോലിക്കായി ദൂരേക്ക് പോയിരുന്നതിനാൽ ഒറ്റയ്ക്കായി പോയപ്പോഴാണ് വേവലാതി ആരംഭിച്ചത്. വിവാഹം അടുത്തപ്പോൾ ടെൻഷനും കൂടി വന്നു. ഇത്രയും നാളുണ്ടായിരുന്ന സ്വാതന്ത്ര്യം, കിച്ചുവിൻ്റെ സൗഹൃദം, ഇതൊന്നും നഷ്ടമാകുമോ എന്നെല്ലാം ഓർത്ത്. കല്യാണമായപ്പോൾ അവൻ ലീവ് എടുത്തു വന്നെങ്കിലും പല തിരക്കുകളിൽപ്പെട്ട് അവന് എന്നെ ശരിക്കും ശ്രദ്ധിക്കുവാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ യാത്രയിൽ കലാശിച്ചത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് വണ്ടി അതിവേഗത്തിൽ പോകുമ്പോൾ കിച്ചു പതിവില്ലാത്ത മൗനത്തിലായിരുന്നു. അവൻ്റെ മൗനം എന്തോ എനിക്ക് അസഹ്യമായി തോന്നി. ഇത്രനാൾ ഒരു മനവുമായി ജീവിച്ച ഞങ്ങൾക്കിടയിൽ സൗഹൃദത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടായില്ലായിരിക്കാം. പക്ഷേ ഞാനിടയ്ക്ക് കാറ്റടിച്ച് നിറഞ്ഞ കണ്ണുകൾ ഇറുക്കി അടച്ചു. വിവാഹം ഉറപ്പിച്ചതിനു ശേഷം കിച്ചുവിൻ്റെ ഭാവവും തനിച്ചാക്കപ്പെടുന്ന പോലെയുള്ള തോന്നലും നിറഞ്ഞപ്പോൾ ഒന്ന് മനസ്സിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് കിച്ചു എനിക്കൊരു സുഹൃത്ത് മാത്രം ആയിരുന്നില്ലെന്ന്. യവനേക്കാൾ എന്നെ മനസ്സിലാക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ, സംരക്ഷിക്കുവാൻ മറ്റൊരാൾക്കും ആവില്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അവനോട് എനിക്ക് സൗഹൃദം മാത്രമല്ലെന്ന്, അതിനെപ്പോഴൊക്കെയോ പ്രണയത്തിൻ്റെ ഭാവം കലർന്നിട്ടുണ്ടെന്ന്. വിവാഹത്തലേന്ന് ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെന്നല്ലാതെ പോകുമ്പോഴും ഇന്നിപ്പോൾ ഞാൻ എത്രയോ റിലാക്സ്ഡ് ആണ്. കിച്ചുവിനൊപ്പം ഞാൻ ഏത് സാഹചര്യത്തിലും കംഫർട്ടബിളാണ്. എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ദൂരമേറെ കടന്നുപോയി. ഇടയ്ക്ക് കിച്ചു വണ്ടി നിർത്തി. അമ്മു, പുലർച്ചെയായി, നമുക്ക് തിരിച്ചു വിട്ടാലോ? നേരം വൈകിയാൽ വീട്ടിൽ പ്രശ്നമാവും. കിച്ചുവിൻ്റെ വാക്കുകളാണ് സ്വബോധത്തിലേക്ക് എത്തിച്ചത്. കിച്ചുവിൻ്റെ ചോദ്യത്തിന് ഞാൻ മൂളി. വണ്ടി വീട്ടിലേക്കുള്ള റൂട്ടിലേക്ക് തിരിച്ചപ്പോൾ ഞാൻ കിച്ചുവിൻ്റെ തോളിൽ നിന്നും കൈകൾ അവൻ്റെ വയറിന് കുറുകെ പിടിച്ചു. എന്താ മൂസേ, തണുക്കുന്നുണ്ടോ? മറുപടി പറയാതെ ഞാൻ തല അവൻ്റെ ചുമലിലോട് ചേർത്ത് വെച്ച് മുന്നിലെ ഒഴിഞ്ഞ റോഡിലേക്ക് നോക്കി. കടന്നു പോകുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹം കൂടി വരവേ ഞാൻ തിരിച്ചറിഞ്ഞില്ല അവൻ്റെ ഉള്ളിലും എൻ്റെ അതേ ചിന്തകൾ തന്നെയാണെന്ന്. നേരം വെളുത്തു തുടങ്ങിയിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞാനൊരു ഭാര്യയാകുമെന്ന ചിന്ത വീണ്ടും എന്നിൽ മുളപൊട്ടി.
ഞാൻ കിച്ചുവിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. കിച്ചു എൻ്റെ കൈകൾക്ക് മേലെ അവൻ്റെ ഇടത് കൈ ചേർത്ത് വെച്ചു. വീടിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ ഞാൻ അവനോട് വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ലടി, ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്നെ കാണാൻ ഭംഗിയുണ്ടാവില്ല. നീയും സമയമുണ്ടെങ്കിൽ ഒന്ന് കിടന്നോ, എന്നിട്ട് സമയമുണ്ടെങ്കിൽ മതി മേക്കപ്പൊക്കെ. അപ്പോൾ ശരിടാ. ഞാൻ വേഗം തിരിഞ്ഞ് ഗേറ്റിനരികിലേക്ക് നടന്നു. ഡി അമ്മു. അവൻ്റെ വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അമ്മു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കോ? ഇല്ലല്ലോ. ഇല്ലേ? ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാതെ ആവും ട്ടാ. അവൻ എൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പറഞ്ഞു. ഇല്ലടാ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ ഞാൻ താഴേക്ക് നോക്കി പറഞ്ഞു. എന്നാ എനിക്ക് പറയാനുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ മുഖത്തേക്ക് നോക്കി. ബൈക്കിൽ നിന്നിറങ്ങിയ അവൻ ഇരു കൈകളും വിടർത്തി കണ്ണുകൾ കൊണ്ടെന്നെ വിളിച്ചു. കാത്തിരുന്ന പോലെ ഞാൻ അവൻ്റെ കൈക്കുള്ളിലേക്ക് ഓടിക്കയറി. ഐ ലവ് യു അമ്മു. ചെവിയിൽ പതിയെ അവൻ പറഞ്ഞത് കേട്ട് ഞാൻ തലപൊക്കി നോക്കി. എന്താ? ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചേനെ. കല്യാണം കഴിഞ്ഞ് ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയുന്നതിൽ ഒരു പഞ്ചില്ലല്ലോ. അവൻ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് കണ്ണുറുക്കി പുഞ്ചിരിച്ചു. വേഗത്തിൽ പൊക്കോ, ആരും കാണണ്ട. അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തലേന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചു എന്ന് നമ്മുടെ വീട്ടുകാരങ്ങ് പ്രഖ്യാപിക്കും. ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഗേറ്റിന് മുന്നിൽ വച്ചിരുന്ന വെൽക്കം ബോർഡിൽ കിച്ചു വെഡ്സ് അമ്മു എന്ന് മഞ്ഞ നിറത്തിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു.